ഇന്ന് നല്ല ഫ്രഷ് പിടയ്ക്കണ കരിമീൻ കിട്ടിയിട്ടുണ്ട് മക്കളെ. ഞാനത് എങ്ങനെയാണ് വലയിട്ട് പിടിച്ചത് നിങ്ങൾക്ക് കാണണ്ടേ? ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി കരിമീൻ എടുക്കാനുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വെച്ചിട്ടൊന്ന് ഹോസ്പിറ്റലിലും കയറണം. അത് പിന്നെ നമ്മള് മക്കൾക്ക് എന്ത് കിട്ടിയാലും മനസ്സറിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്നല്ലേ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ പനി ഞാൻ നൈസായിട്ട് എന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അച്ഛന് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് പനിയുടെ ബുക്കൊക്കെ ഉണ്ടെങ്കിലും എന്റെ അച്ഛൻ അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ സന്തോഷപൂർവ്വം ഡോക്ടർ തന്ന ഇഞ്ചക്ഷനും മരുന്നും എല്ലാം അച്ഛനും മേടിച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ ബിസ്മിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ വന്നപ്പോ 1 കിലോന്റെ ബ്രോസ്റ്റഡ് ബക്കറ്റ് ചിക്കൻ എടുക്കുമ്പോ 1 കിലോയുടെ എന്തായിരുന്നു സംഭവം, ഫ്രഞ്ച് ഫ്രൈഡ്സ് ഇല്ലേ, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മേടിച്ച് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് നേരെ പോയില്ല. ബില്ലടയ്ക്കണമായിരുന്നു. ബില്ലടയ്ക്കാണ്ട് പോയാൽ അവരെന്നെ പിടിച്ചവിടെ കെട്ടി വെക്കൂലേ. അതുകൊണ്ട് ബില്ല് അടച്ചിട്ട് ഞങ്ങൾ നേരെ കരിമീൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് കായലിൽ നിന്നും അല്ല, അടുത്ത കടയിൽ നിന്നാണ് കേട്ടോ. രാവിലെ ഫിഷ് സെന്ററിൽ നിന്ന് ഒരു വിളി ഉണ്ടായിരുന്നു, ചേച്ചി നല്ല അടിപൊളി കരിമീൻ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കരിമീനും പൊക്കിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അമ്മയുടെ ഗോഡൌണിനകത്തുനിന്ന് കാശ്മീരിലുള്ള ചില്ലി പൗഡർ തപ്പിയെടുക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിനകത്ത് കാശ്മീരിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഉള്ള സാധനം ഇരിപ്പുണ്ട് കേട്ടോ. ഇനി എല്ലാ മസാല പൗഡറുകളും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും നാരങ്ങ നീരും എല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നല്ല അടിപൊളിയായിട്ട് മിക്സ് വെൽ. ഈ വെളിച്ചെണ്ണയിൽ കുഴച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അതിങ്ങനെ മീൻ വറുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇനി വേണമെങ്കിൽ ഒരു ഓലത്തുമ്പത്തിരുന്ന് ഊയാലാണ് പാട്ടും പാടിയിട്ട് മീനിനെല്ലാം നന്നായിട്ട് മസാലയിട്ട് കുളിപ്പിച്ച് അങ്ങോട്ട് എടുക്കണേ. ഇനി നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നല്ല പച്ച കറിവേപ്പിലിട്ട് അതിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മുടെ മീനും കൂടി ഇട്ടിട്ട് വറുത്തങ്ങോട്ട് എടുക്കണേ. അങ്ങനെ നല്ല ഫ്രഷ് കരിമീനും വറുത്തോണ്ട് ശീതൂട്ടി വിളിക്കാൻ പോയപ്പോഴാണ് ശീതൂട്ടി തേണ്ട കട്ടില് ഇരുന്നുറങ്ങുന്ന സാധനം. കൊച്ചു കരിമീൻ ഇപ്പൊ കിട്ടും പിന്നെ കിട്ടും എന്ന് പറഞ്ഞ് നോക്കി നോക്കി ഇരുന്നിരുന്ന അവസാനം ദേ ഉറങ്ങിപ്പോയി കേട്ടോ. എന്നാ പിന്നെ ശീതൂട്ടി ഉറങ്ങിയ സ്ഥിതിക്ക് ഞാൻ പോയി കരിമീൻ ഒന്ന് അടിക്കട്ടെ. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കണേ.